സച്ചിദാനന്ദൻ, രാധാകൃഷ്ണൻ, അശോകൻ, സതീശൻ, അശ്വതി, രവികുമാർ, സുഹൃത്തുക്കൾ. ഞാൻ ഈ സതീശൻ പ്രസംഗിച്ചപ്പോൾ അമ്പരന്നു. എന്നുവെച്ചാൽ എൻ്റെ ഈ തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ സമാഹാരത്തിൽ ആരാണ് ഈ സുന്നത്ത് കഴിച്ചത്? അതെ, എഡിറ്ററായ KC നാരായണനാണോ അതോ അതിൻ്റെ പ്രസാധകനായ DC രവിയാണോ? ആ സുന്നത്ത് ആര് കഴിച്ചതാണ് എന്നൊന്ന് അന്വേഷിക്കണം. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ കുടിയത്തൂർ സ്ഥലത്ത് അതിലിങ്ങനെ പോകുമ്പോൾ അവിടെ ഒസാൻ ഉമ്മർ എന്ന് പറഞ്ഞാൽ വളരെ രസികനായ ഒരു കക്ഷി. മൂപ്പര് ഞാനിങ്ങനെ BA പഠിക്കുകയാണ്, MA പഠിക്കുകയാണ്, PhD പഠിക്കുകയാണ്, കോളേജ് ലെക്ചറാണ്. അപ്പോൾ അദ്ദേഹം വയസ്സായി വരികയാണ്, ഞാനിങ്ങനെ മൂത്ത് വരാം. അപ്പം എപ്പോൾ കാണുമ്പോഴും ആളുകളോട് നിന്നോട് പറയും, എടാ ഈ വലിയ എൻ്റെ അടുത്ത് വലിയ മൂപ്പനാവരുത് കേട്ടോ. എന്താ എൻ്റെ അത് മൂർച്ച ഞാനാ. അപ്പോൾ എനിക്ക് എൻ്റെ ഈ തുഞ്ചം മുറിച്ച വകയിൽ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പുറത്ത് അദ്ദേഹം എന്നേക്കുമായി സ്ഥാപിച്ച ആ ഒരു അധികാരം ആ അങ്ങാടി കൂടെ പോകുമ്പോൾ മുണ്ടഴിഞ്ഞു പോകുന്ന മാതിരിയാണ്. എനിക്ക് വലിയ സന്തോഷം. കാരണം അങ്ങനെ നമ്മളെപ്പറ്റി അവകാശപ്പെടാനും അധികാരം കാണിക്കാനും ഒരു ഒസാൻ മുഹമ്മദ് ഉണ്ട്. അദ്ദേഹം പാവം മരിച്ചുപോയി, എന്നോട് വലിയ മനസ്സിലായി. അതുകൊണ്ട് ഞാനത് അമ്പരക്കാണ്. ഞാൻ KC നാരായണനെ വിളിച്ച് പറയാം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ ഓംചേരി സാറും രവീന്ദ്രനും ചന്ദ്രശേഖരനും പിന്നെ സുഹൃത്തുക്കളൊക്കെ കൂടി മാതൃഭാഷാ ദിനത്തിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രകാശനം വെച്ചു. എനിക്ക് വളരെ പ്രിയപ്പെട്ടവരും എനിക്ക് വിലപ്പെട്ടവരും ആയ എഴുത്തുകാരും സുഹൃത്തുക്കളും ആയ ആളുകളൊക്കെ ഇതിൽ പങ്കെടുത്ത് ശങ്കരൻ G. കുമാരപിള്ളയുടെ മനോഹരമായൊരു കവിതയിൽ അദ്ദേഹം ഭാരതാംബയ്ക്ക് വേണ്ടി വിളിക്കുന്നു. അവര് എന്നോട് പേരും ചേർത്ത് വിളിച്ചാരല്ലോ എന്ന് അദ്ദേഹം തൊണ്ടയിടറിക്കൊണ്ട് പറയും. കാരണം ജാഥ പോവാണ്, ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു പോകുന്ന കൂട്ടത്തിൽ ഒരു വഴിയോരത്ത് കല്ലിൻ്റെ മുകളിലിരുന്ന് ഇവർക്ക് വേണ്ടി പാടാൻ വേണ്ടി കുമാരപിള്ള പാട്ട് എഴുതും. ആ പാട്ടെഴുതി അവർ പോകുമ്പോൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന കൂട്ടത്തിൽ കുമാരപിള്ള കി ജയ് എന്ന് വിളിക്കും. അപ്പൊ പിന്നീട് അതിനെപ്പറ്റി അദ്ദേഹം എഴുതാണ്, എന്നോട് പേരും ചേർത്ത് വിളിച്ചാരല്ലോ. അങ്ങനെ കൽത്തള വെട്ടി കാരാകാരം വിട്ടു വരുന്നോർ അബ്ദുൾ റഹ്മാൻ സാഹിബിനായി സിന്ദാബാദ് വിളിച്ചേരല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ആ ജാഥയെ പറ്റി അടുത്ത പാട്ട് എന്നാ മതി. ഈ മലയാളത്തെ പറ്റി പറയുന്ന കൂട്ടത്തിൽ വാസ്തവത്തിൽ എന്നോട് പേരും ചേർത്ത് പറഞ്ഞാരല്ലോ എന്ന് എനിക്ക് എന്നേക്കും ഓർമ്മിക്കുവാനുള്ള ഒരു സായാഹ്നം തന്നതിന് ഈ ഡൽഹി മലയാളികളോടുള്ള എൻ്റെ കടപ്പാടെന്ന് പറഞ്ഞാൽ പോരാ, വാസ്തവമായ കടപ്പാട്. അങ്ങനെ ഇപ്പം ഈ ഭാഷയിൽ എന്ത് വാക്ക് എന്ത് വികാരം പറയുമ്പോഴും അത് വാസ്തവത്തിലുള്ളതാണെന്ന് വിശേഷിപ്പിച്ച് പറഞ്ഞില്ല. എന്താ ചെയ്യുന്നത്? സാർ ഇതിനൊരു വിധി പറയണം. സാറ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ആളാണ്. അതുകൊണ്ട് മാതൃഭാഷാ ദിനം ഇതൊക്കെ എല്ലാം അവസാനിച്ചു പോകുമ്പോൾ ഇതൊക്കെ നിരർത്ഥകമായും നിഷ്ഫലമായും തീരുമ്പോൾ എന്ത് ബാക്കിയാവും എന്നതിനെ പറ്റി. ഭാഷ രാഷ്ട്രീയത്തെക്കാളും മതത്തെക്കാളും ജാതിയെക്കാളും മറ്റെന്തിനേക്കാളും പ്രധാനമാണ് എന്ന് ഒരു ഘട്ടത്തിൽ കുറച്ച് സർവകലാശാല വിദ്യാർത്ഥികൾ ലോകത്തോട് പറഞ്ഞു. ആ ദിവസമാണെന്ന് 1952 ഫെബ്രുവരി 21-ാം തീയതിയാണ് ഢാക്കയിലെ വിദ്യാർത്ഥികൾ പടിഞ്ഞാറൻ പാകിസ്ഥാനിലിരുന്ന് ഞങ്ങളുടേതല്ലാത്ത ഒരു ഭാഷയിൽ ഉറുദുവിൽ ഞങ്ങളെ ഭരിക്കാൻ പറ്റുകയില്ല എന്ന് അവിടുത്തെ ഭരണാധികാരികളോട് പറഞ്ഞു. അപ്പോ ഭാഷയ്ക്ക് വേണ്ടിയുള്ള ഈ സമരം വാസ്തവത്തിൽ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരമാണ് എന്നും അതിൻ്റെ ഉള്ളടക്കം സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെയാണ് എന്നും തിരിച്ചറിഞ്ഞ ബംഗ്ലാദേശിലെ തൊഴിലാളികളും കർഷകരും ആ സമരത്തിൽ പങ്കുചേരും. അന്ന് വെടിവെപ്പുണ്ടായി, 7 കുട്ടികൾ മരിച്ചു. അതോടുകൂടി ആ സമരം മൂക്കുക. കാരണം അതിൻ്റെ വിത്ത് നേരത്തെ പാകിസ്ഥാന്റെ പിറവി അറിയിച്ചുകൊണ്ട് ജിന്ന നടത്തിയ പ്രസംഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ
ജിന്നയ്ക്ക് ഉറുദു അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന്റെ മാതൃഭാഷയായ ഗുജറാത്തിയിൽ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അദ്ദേഹം പഠിച്ചതും പെരുമാറിയതും ഇംഗ്ലീഷാണ്. 15-ാമത്തെ വയസ്സിൽ ജിന്ന ലണ്ടനിലെത്തും. അദ്ദേഹം പാകിസ്ഥാന്റെ പിറവി അറിയിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ഇംഗ്ലീഷിലായി. പിന്നീട് ഒരാൾ അതിന്റെ ഉറുദു പരിഭാഷ വായിക്കണ്ടായി. അന്ന് പറഞ്ഞ ഒരു വാക്യം എല്ലാ ബംഗാളികളുടെയും ചങ്ക് കൊണ്ടു. അന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രഭാഷ ഉറുദു ആണ്. അവർക്കത് അറിയില്ല. അവർക്കൊരു ഭാഷയുള്ളൂ, അത് ബംഗ്ലയാണ്. അപ്പോ എന്തിന്റെ പേരിലായി രാഷ്ട്രം ഉണ്ടായത്? അത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു മതവിഭാഗത്തിന് വേണ്ടി ഒരു രാഷ്ട്രം ഉണ്ടാവുക, പാകിസ്ഥാൻ. 47. അതിൽ നിന്നൊന്നും പഠിച്ചില്ല എന്ന് പിന്നീട് യഹൂദന്മാര് തെളിയിച്ചു. 48-ൽ അവര് അവരുടെ മതത്തിന് വേണ്ടി ഒരു രാഷ്ട്രം ഉണ്ടാക്കി. ആ ആലോചന നടക്കുമ്പോൾ ഗാന്ധി അത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ രാഷ്ട്രം തീരുമാനിക്കുക? നിങ്ങൾ എവിടെയാണോ ജനിച്ചത് അതല്ലേ നിങ്ങളുടെ രാഷ്ട്രം? ലണ്ടനിലും കൊച്ചിയിലും ഡൽഹിയിലും ന്യൂയോർക്കിലും ജനിച്ച യഹൂദനൊക്കെ ഒരു രാഷ്ട്രമാണ്. കാരണം ഈ തരത്തിലുള്ള ഏറ്റവും അപകടകരമായ ഒരു ആശയത്തിന് ഇന്ത്യ നേരത്തെ ജന്മം നൽകിയിട്ടുണ്ട്. കാരണം ദേശീയത എന്ന് പറയുന്നത് നിർണയിക്കുന്നത് മതമാണ് എന്ന്. റിലീജിയസ് നാഷണാലിസം. 40-ൽ ലാഹോറിൽ ആ പ്രമേയം വരും. പിന്നീട് ചരിത്രം അതിനെ പാകിസ്ഥാൻ പ്രമേയം എന്ന് വിളിക്കും. ആ പ്രമേയത്തിനകത്ത് പാകിസ്ഥാൻ എന്നുള്ള വാക്കുമില്ല, അങ്ങനെ ഒരു തലക്കെട്ടുമില്ല. അന്ന് ഗാന്ധി ഒരു തമാശ ജിന്നോട് ചോദിച്ചത്, എന്റെ മകൻ മുസ്ലിമായി മതം മാറി, അതുകൊണ്ട് അയാൾ വേറെ രാഷ്ട്രത്തിലെ പൗരനായി പോകുന്നു. ലളിതമായ ചോദ്യമാണ്. ഗാന്ധിക്ക് പിന്നെ നമുക്കറിയാലോ, ലളിതമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്, നർമ്മമധുരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോ ഇതിന് ജിന്ന വലിയ വക്കീലാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ഒറേറ്ററാണ്, വലിയ വാദപ്രതിവാദത്തിൽ വലിയ മൂപ്പനാണ്. പക്ഷേ ഈ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാൻ രൂപം കൊണ്ടതിന് ശേഷം അദ്ദേഹം പിന്നെ കിഴക്കൻ പാകിസ്ഥാനിൽ ആക്കി